നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. 8 ദിവസത്തെ ദൗത്യമെന്ന് പറഞ്ഞു തുടങ്ങിയ യാത്ര പിന്നിടുന്നത് 8 മാസം. എന്നിട്ടും മടക്കമില്ല. 8 ദിവസത്തെ ദൗത്യത്തിന് വേണ്ടി 2024 ജൂണിൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നതാണ് ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസിന്റെ സംഘം. എന്നാൽ സാങ്കേതിക കാരണത്താൽ ദൗത്യം പൂർത്തീകരിച്ചെങ്കിലും വില്യംസിന്റെ തിരിച്ചുവരവ് ഇതുവരെ സാധ്യമായിട്ടില്ല. 10 ദിവസത്തെ തയ്യാറെടുപ്പുകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും തിരിച്ചുവരവ് വൈകുന്തോറും ആളുകളിലും അതുപോലെ തന്നെ നാസയ്ക്കും ഭയം ഇരട്ടിക്കുന്നുണ്ട്. മെലിഞ്ഞൊട്ടിയ സുനിത വില്യംസിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തു വരുന്നതോടെ പൊതുജനങ്ങളിലും ആദി കൂടുന്നു. ഇന്നും ഏറെ നിരാശകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. സംഘത്തിന്റെ തിരിച്ചുവരവ് വീണ്ടും വൈകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള ക്രൂ 10 ദൗത്യം നീട്ടിവെച്ചു എന്നാണ് നാസയും സ്പേസ് എക്സും അറിയിച്ചിരിക്കുന്നത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A ഗ്രൗണ്ട് സപ്പോർട്ട് ക്ലാമ്പ് ആമിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലുണ്ടായിട്ടുള്ള പ്രശ്നം മൂലമാണ് ഇത്തവണ ഈ വിക്ഷേപണം മാറ്റിവെച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. വ്യാഴാഴ്ച അമേരിക്കൻ പ്രാദേശിക സമയം വൈകിട്ട് 7:26 അടുത്ത ശ്രമം നടത്താൻ പോകുന്നത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ആനി മക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജപ്പാനിൽ നിന്നുള്ള ടക്കുയ ഒനീഷി, റഷ്യയുടെ കിരിൻ പേസ്കോവ എന്നിവരാണ് ഫാൽക്കൺ 10 റോക്കറ്റിൽ ക്രൂ 10 ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നത്. ദൗത്യം നീട്ടിവെച്ചതോടെ ഇവർ പേടകത്തിൽ നിന്ന് സുരക്ഷിതരായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരം. വെള്ളിയാഴ്ച രാത്രി 11:30 തന്നെ ഡോക്കിംഗ് പൂർത്തിയാക്കാനാണ് നാസ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മാർച്ച് 17 സുനിതയെയും ബുച്ച് വിൽമോറിനെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാസയുള്ളത്. 2024 ജൂൺ 5 ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം പറന്നുയർന്നത്. 8 ദിവസത്തിലേക്കായിരുന്നു ആ പോക്ക്. എന്നാൽ സാങ്കേതിക തകരാർ മൂലം 10 മാസത്തോളമായി അവിടെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് നാളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരും പേടകത്തിന്റെ സാങ്കേതിക തകരാർ മൂലം തിരികെയുള്ള യാത്ര മുടങ്ങി ബഹിരാകാശത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ഇതിനിടെ ഇക്കഴിഞ്ഞ 9 മാസത്തോളം ഇരുവരും ബഹിരാകാശത്ത് എങ്ങനെയാണ് സമയം ചെലവിട്ടത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. ജനങ്ങൾ അതറിയാൻ വേണ്ടി കൗതുകം കാണിക്കുന്നുണ്ട്. ഇനി ആ കാര്യങ്ങൾ കൂടെ നോക്കാം. ബഹിരാകാശത്തുള്ള നടത്തം. ഈ കാലയളവിൽ 62 മണിക്കൂറും 9 മിനിറ്റുമാണ് ബഹിരാകാശ നടത്തത്തിനായി സുനിത വില്യംസ് ഉൾപ്പെടെ ചെലവഴിച്ചിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റീസ് അഥവാ EVA എന്നാണ് അറിയപ്പെടുന്നത്. ഇതോടെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടത്തം ചെയ്ത വനിതയായി ബഹിരാകാശ യാത്രികയായി സുനിത വില്യംസ് മാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പുറത്ത് അറ്റകുറ്റപ്പണിക്കായി 5 മണിക്കൂറും 26 മിനിറ്റും ചെലവിട്ടതോടെയാണ് ഈ നേട്ടം സുനിത വില്യംസ് സ്വന്തമാക്കിയത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള പെഗ്ഗി വിഡ്സൺ സ്ഥാപിച്ചിട്ടുള്ള റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നിരിക്കുന്നത്. 3 ദൗത്യങ്ങളിലായി 62 മണിക്കൂറും 9 മിനിറ്റുമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. പെഗ്ഗി വിഡ്സന്റെ റെക്കോർഡ് 60 മണിക്കൂറും 21 മിനിറ്റുമായിരുന്നു. അതേപോലെ തന്നെ ഗവേഷണം. വില്യംസും സഹ ബഹിരാകാശ യാത്രികരും 900 മണിക്കൂറിലധികം സമയം ചെലവഴിച്ചത് ഗവേഷണം നടത്തുന്നതിനും പരീക്ഷണങ്ങൾക്കും വേണ്ടിയാണ് എന്നും റെക്കോർഡുകൾ ചൂണ്ടിക്കാട്ടുന്നു. അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുമ്പോൾ 150-ലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഇനി അറ്റകുറ്റപ്പണികളാണ്. പഴയ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുക, മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തിരികെ അയക്കുക എന്നിവ ഉൾപ്പെടെ ISSലെ അറ്റകുറ്റപ്പണികളും ശുചീകരണ ജോലികളും ചെയ്യാനും സുനിത വില്യംസ് സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ റിക്കവറി, പാക്ക്ഡ് ബെഡ് റിയാക്ട് പരീക്ഷണം, വാട്ടർ റിക്കവറി സീരീസ് ഉൾപ്പെടെയുള്ള വാട്ടർ റിക്കവറി സംവിധാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സുനിത വില്യംസ് ബഹിരാകാശത്ത് വെച്ച് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുനിത വില്യംസ് അവിടെ സമയം ചിലവിടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത് പൂന്തോട്ട പരിപാലനത്തിലാണ്. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി സുരക്ഷിതവും പോഷക സമൃദ്ധവുമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നതിന് സുനിത വില്യംസ് പൂന്തോട്ട പരിപാലനത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്.
ഇനി മൈക്രോ ഗ്രാവിറ്റി പരീക്ഷണങ്ങളെ കുറിച്ചാണ്. മൈക്രോബിയൽ സെൽ വളർച്ച, സെൽ ഘടന, മെറ്റബോളിക് പ്രവർത്തനം എന്നിവയിൽ മൈക്രോ ഗ്രാവിറ്റിയുടെ എഫക്ട് മനസ്സിലാക്കുന്നതിനുള്ള പഠനങ്ങളും സുനിത വില്യംസ് നടത്തിയിട്ടുണ്ട്. ബഹിരാകാശത്ത് ഭക്ഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനായിരുന്നു ഈ ഒരു പരീക്ഷണം നടത്തിയത്. അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സുനിത വില്യംസ് ചെയ്തത് ബഹിരാകാശത്തായിരിക്കുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വലിയ രീതിയിൽ വ്യായാമങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള വ്യായാമ ഷെഡ്യൂളുകളും അവർ ഈ സമയങ്ങളിൽ പിന്തുടർന്നു വരുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസമായി കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എന്ന് മാത്രമാണ് ഒരു വ്യക്തത വരാത്തത്. ഈ മാസം 16-ന് ഭൂമിയിലേക്ക് ഇവരുടെ മടക്കയാത്ര ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ നാസ പുറത്തുവിടുന്ന വിവരങ്ങൾ. ഇന്ത്യൻ സമയം വ്യാഴം പുലർച്ചെ 5-ന് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റാണ് ഇവരുടെ പേടകവുമായി കുതിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദൗത്യത്തിന്റെ തത്സമയ വെബ്കാസ്റ്റ് വിക്ഷേപണത്തിന് ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് മുമ്പ് ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്പേസ് എക്സ് വെബ്സൈറ്റിലും സ്പേസ് എക്സ് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണിക്കുന്നതായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി ഇവർ തിരികെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നതാണ് അധികം ആളുകളും ചിന്തിക്കുന്നത്. ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിന് കുറച്ച് സമയമെങ്കിലും ഭൂമിയുമായി പൊരുത്തപ്പെടാൻ വേണം എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം സാധാരണ ഒരു യാത്ര കഴിഞ്ഞെത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലെത്തിയാലുള്ള അവസ്ഥ എന്ന് തന്നെയാണ്. ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിക്കാൻ മാസങ്ങളോളം എടുക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നീൽ ആംസ്ട്രോങ്ങും ടീമും ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീൽ ചെയറിലായിരുന്നു തിരിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങിയതെന്നത് നാം കണ്ടതാണ്. സ്പേസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ചെത്തുന്ന ബഹിരാകാശ സഞ്ചാരികളെയും വീൽ ചെയർ ഉപയോഗിച്ച് തന്നെയായിരിക്കും തിരിച്ചു താഴെ ഇറക്കുക എന്നാണ് സൂചന. സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ഭാരം വഴങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റി വീഴുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വീൽ ചെയറിനെ സ്വാധീനിക്കുന്നത്. സീറോ ഗ്രാവിറ്റി, മൈക്രോ ഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത, രക്തയോട്ടത്തിന്റെ വേഗം, മെറ്റബോളിസം റേറ്റ്, റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്. തങ്ങൾക്ക് ഒരു പെൻസിൽ ഉയർത്താൻ പോലും പ്രയാസമാകുമെന്നുള്ളതാണ് ബുച്ച് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും ഇവർക്കുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പേശി ദുർബലതയും ക്ഷയവും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ ബഹിരാകാശത്ത് ശരീരത്തെ താങ്ങിപ്പിടിക്കേണ്ടുന്ന ആവശ്യമില്ലെന്നും അതിനാൽ പേശികൾക്ക് ബലം നഷ്ടപ്പെടുമെന്നുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും കാലുകൾ, മുതുക് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലെ പേശികൾക്കായിരിക്കും ഇത്തരത്തിൽ ശക്തി നഷ്ടപ്പെടുക. അസ്ഥികൾക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ബോൺ ഡെൻസിറ്റി ലോസിനും ഇത് കാരണമായേക്കും. ഇത് വീഴ്ചയ്ക്കും അസ്ഥിപൊട്ടലിനുമൊക്കെ സാധ്യതയുണ്ടാക്കുന്നുണ്ട്. ഹൃദയശക്തമായിട്ടുള്ള പ്രവർത്തനം ചെയ്യേണ്ടതില്ലാത്തതിനാൽ ഹൃദയപേശികളും ദുർബലമായിരിക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ മനസ്സിലാക്കുന്നത്. ഭാവിയിൽ ഇത് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷന് കാരണമായേക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണിനും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നതിലും ചിലർക്ക് കണ്ണിന്റെ ആകൃതി മാറുന്നതിനുമൊക്കെ കാഴ്ച മങ്ങുന്നതിനൊക്കെ ഇത് കാരണമാകാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനാൽ ബഹിരാകാശത്ത് നിന്ന് മടങ്ങിയെത്തുന്നവർക്ക് രോഗങ്ങൾ എളുപ്പത്തിൽ പിടിപെടാനുള്ള സാധ്യതയുമുണ്ട്. ശരീരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ സമയക്രമത്തിലെ വ്യത്യാസവും ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദത്തിനും മനോവിഷമത്തിനുമൊക്കെ കാരണമായേക്കും. ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ ശാരീരികമായി പഴയ സ്ഥിതിയിലേക്ക് എത്താൻ ഏകദേശം 2-3 മാസം വേണ്ടിവരുമെന്നാണ് ഇതുകൊണ്ട് തന്നെ വിദഗ്ധർ പറയുന്നത്. കാഴ്ചയുടെ പ്രശ്നങ്ങൾ മാറാൻ 6 മാസം വരെയും അസ്ഥി ദുർബലത വീണ്ടെടുക്കാൻ 1 വർഷം വരെയെങ്കിലും വേണ്ടിവരും. മാനസികാരോഗ്യം പൂർണ്ണമായി സാധാരണമാവാൻ മാസങ്ങളേക്ക് എടുത്തേക്കും. വ്യായാമം, ഫിസിയോതെറാപ്പി, ചികിത്സ, കൃത്യമായിട്ടുള്ള ഭക്ഷണം എന്നിവയിലൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും സുനിത വില്യംസ് 8 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി പോയതാണെങ്കിലും ഇപ്പോൾ 8 ദിവസത്തെ യാത്ര എന്നത് നീണ്ട് ഏകദേശം 10 മാസത്തോളം പിന്നിടുകയാണ്. ഇനി അവർ തിരിച്ചെത്തിക്കഴിഞ്ഞാലും അവരുടെ പ്രതിസന്ധികൾ മാറുന്നില്ല എന്ന് തന്നെയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവർ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ജനങ്ങളും നാസയും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.